ഗുഡ് മോർണിംഗ്. അങ്ങനെ രാമനന്തപുരത്തിൽ നിന്ന് നമുക്ക് തഞ്ചാവൂരിലോട്ട് പോകാം. ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു അബദ്ധം പറ്റി. ഞാൻ രാമേശ്വരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് രാമേശ്വരം അല്ല, രാമനന്തപുരമാണ്. അത് എനിക്ക് ഇന്നലത്തെ തലവേദനയും പിന്നെ 5 മണിക്കൂറിലത്തെ ആ ഡിസ്റ്റൻസും ഉണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഇന്നലെ മൊത്തം കിളി പോയിട്ടിരിക്കുകയായിരുന്നു. ഇന്നലത്തെ പ്ലാനും ഒന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോയും അങ്ങനത്തെ ഒരു വലുതായിട്ട് കാണാനും അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് തഞ്ചാവൂരിലോട്ട് പോകാം. ഇവിടെ നിന്ന് 192 കിലോമീറ്റേഴ്സ് ഉണ്ട്. മാപ്പ് നോക്കിയിട്ട് 3 മണിക്കൂറും 21 മിനിറ്റുമാണ് കാണിക്കുന്നത്. ട്രാഫിക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 4 മണിക്കൂറാകാൻ സാധ്യതയുണ്ട്. നല്ല വിശപ്പ്. നമുക്കാദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയായി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും വണ്ടിയിൽ സാധനങ്ങളെല്ലാം വെച്ച് കെട്ടി നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. എന്നിട്ട് നമുക്ക് തഞ്ചാവൂരിലോട്ട് പോവാം. രാമനന്തപുരത്തിൽ നിന്ന് തഞ്ചാവൂരിലോട്ട് പോകാൻ പുറപ്പെട്ടു. ഇന്നലെ മഴ പെയ്തു, വണ്ടി മൊത്തം കുളമായിട്ടുണ്ട്. ഇതെവിടെ കൂടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്നത്? ഫ്രണ്ടിലോട്ട് തന്നെയാണോ? ഏതൊക്കെയോ വഴി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ, ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് ഇവിടെ. എൻ്റെ പൊന്നെ, ഉണ്ട് മഴക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ റെയിൻ ജാക്കറ്റ് റെഡിയാക്കി വെച്ചിരിക്കുക. ബാക്കി എല്ലായിടത്തും അകത്ത് വെച്ചിട്ട് റെയിൻ ജാക്കറ്റ് മാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഹോട്ടലിലോട്ടാണ് ഞാൻ ഈ മാപ്പ് വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി ഇത്രയും കഠിനമായിരുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പിന്നെ ഇവിടെ കുഴിയൊന്നും ഉണ്ടാകല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നു. ഒരു ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അമ്മേ, ഇതെന്താ എങ്ങോട്ടൊക്കെയാണോ തിരിക്കുന്നത് തന്നെ? ഈ വഴി തന്നെ അല്ലേ? ഇവിടെ മൊത്തം ചെറിയ ചെറിയ വഴികളായതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന്. ആണ്ട്ര, ഇവിടെ മൊത്തം വെള്ളമാണല്ലോ. ഇന്നലെ ഒന്നും ഇവിടെ ഒരു വെള്ളവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇന്നലെ രാത്രിയിലപ്പോൾ അത്രയും നല്ല മഴയാണോ പെയ്തത്? ഇത്രയും വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാൻ? ഇവിടുന്ന് 2 മിനിറ്റോ? ഏതൊരു സ്കൂളിൻ്റെ കീഴിൽ കൂടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് എനിക്ക് സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ നല്ല പാടാണ്. ഞാൻ കഴിക്കുന്ന അവിടെ നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ കഴിച്ചില്ല. അവിടെ സൈഡിൽ ഞാൻ റെസ്റ്റോറൻറ്റ്സ് നോക്കിയിട്ട് വെച്ചാൽ എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ തഞ്ചാവൂരിലോട്ട് പോകുന്നുണ്ടല്ലോ, ആ പോകുന്ന വഴിയിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ് കാണുമ്പോൾ അങ്ങോട്ടും കയറാം. ഇവിടെ ഒന്നാമത് ഒടുക്കത്തെ തിരക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ രാമേശ്വരത്തോട്ട് പോകും. ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ തഞ്ചാവൂരിലോട്ട് പോകുന്ന സ്ട്രെയിറ്റ് റോഡെന്നാണ് കാണിച്ചത്. ഇങ്ങനെ നേരെയാണ് തഞ്ചാവൂരിൽ നിന്ന് മാപ്പിനകത്ത് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ അതേണ്ട ഇവിടെയൊക്കെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സുകൾ കാണുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കയറിയിട്ട് കഴിക്കാം. ഇച്ചിരി കൂടെ അങ്ങോട്ട് പോട്ടെ. ഒന്ന് ഈ ട്രാഫിക്കിൽ നിന്നൊന്ന് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമുണ്ട്. അങ്ങനെ റോഡ് 87 ഞാൻ ഇറങ്ങി ഇങ്ങനെ നേരെ പോയിട്ട് റൈറ്റിലോട്ടൊരു ഇത് കാണിക്കുന്നുണ്ട്. അത് ഹൈവേ തന്നെയാണെന്ന് തോന്നുന്നു. NH 32 കയറണം. ഇവിടെ വന്ന് അങ്ങനെ പോകുന്ന വഴി എല്ലാം കഴിക്കാം. തൽക്കാലം അവിടെ നിന്നൊന്നും എല്ലാം കുട്ടി കടയായിരുന്നു. മറ്റേ ഈ വട, പരിപ്പ് വട, ഉഴുന്ന് വട, അങ്ങനത്തെ കടകളൊക്കെ എല്ലാം തുറന്നത്. അല്ല, റെസ്റ്റോറൻ്റായിട്ടൊന്നും തുറന്നിട്ടില്ലായിരുന്നു. പോകുന്ന വഴിയിൽ ഹൈവേയിലൊക്കെ എവിടെയെങ്കിലും കഴിക്കാനുള്ള ഇത് ഉണ്ടാവുമല്ലോ, ഇപ്പം പെട്രോൾ പമ്പിൻ്റെ അടുത്തൊക്കെ, അവിടെ നിർത്തി എന്തെങ്കിലും കഴിക്കാം.
കയറി. 2 പൊറോട്ടയും കുറച്ച് ഗ്രേവിയും പറഞ്ഞു. തൽക്കാലം അത് മതി. കാരണം കുറേ എന്തെങ്കിലുമൊക്കെ മേടിച്ചാലും വയറിന് ചിലപ്പോൾ പിടിക്കത്തില്ല. അപ്പോൾ താങ്ക്സ്. 2 പൊറോട്ടയും കുറച്ച് ഗ്രേവിയും തരാൻ പറഞ്ഞിട്ടുണ്ട്. പൊറോട്ട എത്തി. പോകണം. അങ്ങനെ പൊറോട്ടയും കുട്ടി പൊറോട്ട, കുഞ്ഞു പൊറോട്ട, നമ്മുടെ അവിടുത്തെ വലിയ പൊറോട്ട അല്ല, കുഞ്ഞു പൊറോട്ടയും പിന്നെ എന്തൊരു കറി ഒഴിച്ചോ കഴിച്ചിട്ട് നമുക്ക് പിന്നെയും ട്രിപ്പ് തുടങ്ങാം. ഇപ്പോൾ പോയിക്കൊണ്ടിരുന്ന വഴിയിലാണ് ഞാൻ കണ്ടത്. ആദ്യത്തെ 2 മിസ് ചെയ്തു. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉപ്പുപാടം കാണാം. മറ്റേ സോൾട്ട് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഉപ്പുണ്ടാക്കുന്നത്. കല്ലുപ്പാണെന്ന് തോന്നുന്നു. ഇത് കല്ലുപ്പാണോ? അത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ബട്ട് എനിവേ മറ്റേ ലൈക്ക് ഉപ്പുവെള്ളം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഇത് ഉപ്പുണ്ടാക്കുന്ന കുറേ ഫീൽഡുകൾ ഇപ്പോൾ കണ്ടു. ഇവിടെ മൊത്തവും അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇത് ഫാമിങ് ഏരിയ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ സൈഡിൽ റൈറ്റ് സൈഡിൽ അങ്ങ് കുറേ ഉപ്പ് മല പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ട്രക്കിൻ്റെ ഫ്രണ്ടിലോട്ട് കയറാൻ പറ്റുമോ? വേണ്ട ടേണിങ്. ഒരിക്കലും ടേണിങ്ങിലോ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടായിട്ട് തോന്നുന്നിടത്ത് ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. അത് നമുക്ക് റിസ്ക്കാണ്, നമുക്കും ഓപ്പോസിറ്റ് വരുന്ന ആൾക്കും റിസ്ക്കാണ്. അതുകൊണ്ട് എപ്പോഴും സ്ട്രെയിറ്റ് റോഡോ അല്ലെങ്കിൽ വിസിബിലിറ്റി ഉള്ള സമയത്ത് മാത്രം ഓവർടേക്ക് ചെയ്യാൻ നോക്കുക. അതേണ്ട് കണ്ടോ? ആണ്ട് റൈറ്റ് സൈഡിൽ കുട്ടി മലകളായിട്ട് മറ്റേ ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു നേമിയസൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇവിടെ ഞാൻ സാത്തുക്കുടി ജ്യൂസ് കുടിക്കാൻ പോവാം. സാത്തുക്കുടി ജ്യൂസ് ഇനി കുടിച്ചിട്ട് ഇവിടുന്ന് പോവാം. അപ്പം ഇത്രയും ദൂരം വന്നതിൻ്റെ ദാഹം പോയി കിട്ടി. പിന്നെ ജ്യൂസ് ആയതുകൊണ്ട് എന്തെങ്കിലും കുറച്ചുകൂടി കിലോമീറ്ററുകൾ താങ്ങി പിടിച്ചോളും. ഇവിടെ എവിടെയോ ആണെന്നാ കാണിക്കുന്നു. ഈ ടേണിങ് ആണോ? അല്ല, ഈ ടേണിങ്. ഇവിടെ എവിടെയോ അതാണെന്ന് തോന്നുന്നു. യെസ്, ഹോട്ടലിലെത്തി. വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് തന്നെ ആയിരിക്കും വണ്ടി നോക്കേണ്ടത്. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറി ചോദിക്കാം. റൂമിൽ കയറി അങ്ങനെ ഇറങ്ങി. റൂമിൻ റിവ്യൂ ചെയ്തില്ല ഞാൻ തിരിച്ച് വന്നിട്ട് റൂമിൻ്റെ റിവ്യൂ ചെയ്യാം. നമുക്ക് തിരിച്ച് വന്നിട്ട് റൂം റിവ്യൂ ചെയ്യാം. കാരണം നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തഞ്ചാവൂർ പാലസിൽ പോകണമെന്നായിരുന്നു പ്ലാൻ ഇട്ടത്. അതുകൊണ്ട് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കഴിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ
വ്യൂസിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ അൺസബ്സ്ക്രൈബേഴ്സ് കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് മറക്കല്ലേ. അതൊക്കെയാണ് ഒരു എനർജി എന്ന് പറയുന്നത്. ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് നമുക്ക് തഞ്ചാവൂർ പാലസിൽ പോകാം. പാലസിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ. ഫ്രൈഡ് റൈസ് കഴിച്ചു, ബാക്കി വന്നത് പാർസൽ എടുത്തു. നമുക്ക് വൈകിട്ടത്തേക്ക് അത് കഴിക്കാം. ഇപ്പം നമുക്ക് തഞ്ചാവൂർ പാലസിൻ്റെ അങ്ങോട്ട് പോകാം. ഇവിടെ എങ്ങാണ്ടാണ് കാണിക്കുന്നത്, ഇതെങ്ങാണ്ടാന്ന് തോന്നുന്നു പാലസ്. ഇതിൻ്റെ എൻട്രി എവിടെയാണെന്ന് നോക്കണം. ഇതാണ് തഞ്ചാവൂർ പാലസിൻ്റെ എൻട്രൻസ്. ഇവിടെ കയറ്റി വിടുവോ ഇല്ലയോ, അടച്ചിട്ടിട്ടേക്കാണോ? ഇതല്ലല്ലോ പാലസ്. അണ്ണാ இந்த தஞ்சாவூர் பேலஸ் என்ட்ரன்ஸ் எங்க? என்ட்ரன்ஸ் தஞ்சாவூர் பேலஸ்க்கு என்ட்ரன்ஸ். ഓക്കെ. ഓ അവിടെ അല്ലായിരുന്നു, നേരെ പോകണം. മാപ്പിൽ കാണിച്ചിരിക്കുന്ന അടുത്തല്ല, നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കാൻ എന്നോട് പറഞ്ഞത്. ഇതാണോ? ഇതാ. ഗൂഗിൾ മാപ്പിൽ അവിടെ കണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ വേറെ എവിടെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയും ഇവിടെ ഒന്ന് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ്. 2 വീൽ പാർക്കിങ്ങിനുള്ള സ്ഥലം. നോ പാർക്കിംഗ് ഏരിയ ആണല്ലോ ഇവിടെ. 2 വീൽ പാർക്കിംഗ് എവിടെയാണ്? ഓക്കെ, അങ്ങനെ അകത്താണ്. അകത്ത് പാർക്കിങ്. 2 വീൽ പാർക്കിംഗ് എല്ലാം അകത്താണ്. പാലസിൻ്റെ അകത്തോട്ട് കയറ്റാൻ പറഞ്ഞു. മറ്റേ ചേട്ടനോട് ചോദിച്ചപ്പോൾ അറിയത്തില്ല, പാർക്കിംഗ് ഇല്ല, ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് കയറി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അകത്തുണ്ട് പാർക്കിംഗ്. അതാണ്ട് അകത്തുനിന്ന് വണ്ടികൾ വരുന്നു. നമുക്കപ്പോൾ അകത്തോട്ട് പോവാം. പാലസിൻ്റെ അകത്തുകൂടെ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന പാലസിൻ്റെ എൻട്രൻസിൻ്റെ അകത്തുകൂടെ. അതെ, ഇവിടെയാണെന്ന് തോന്നുന്നു പാർക്കിംഗ് ഏരിയ. യെസ്, നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് തഞ്ചാവൂർ പാലസ് കാണാൻ പോവാം. ഒരബദ്ധം പറ്റി. ടിക്കറ്റ് എടുക്കുമായിരുന്നു. ടിക്കറ്റ് എടുക്കാതെ ഞാൻ അകത്ത് കയറിയത്. ഇവിടെ ഫ്രണ്ടിൽ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കണം 50 രൂപ. ടിക്കറ്റ് എടുക്കണം 50 രൂപ. ഞാൻ അതും അറിയാതെ വണ്ടി എടുത്ത് അകത്തോട്ട് പോയി. എന്നിട്ടിപ്പോൾ തിരിച്ച് ഇറങ്ങി വന്നു. ഇനി തിരിച്ച് അങ്ങോട്ട് നടക്കണം. എന്നവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് എന്ന് വലുതായിട്ട് എഴുതി വെക്കുക. അല്ല, അവിടെ ഒരു ചെറിയ കടയ്ക്കകത്ത് ഒരു ചെറിയ ഇതുപോലെ പണിത് വെച്ചിട്ട് അവിടുന്ന് ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞുമില്ല, ഞാൻ കണ്ടുമില്ല. അകത്ത് ചെന്നിട്ട് ആർട്ട് ഗാലറിയിലോട്ട് കയറിയപ്പോഴാണ് അകത്ത് നിന്ന് ടിക്കറ്റ് എന്തെങ്കിലും ചോദിച്ചു. ഞാൻ പറഞ്ഞു ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു അങ്ങോട്ട് പോകുന്ന എൻട്രൻസിൻ്റെ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്ന്. തിരിച്ചിറങ്ങി വന്നു. ആർട്ട് ഗാലറിൻ്റെ അകത്ത് കയറിയിട്ട് കാണിക്കാം. ഗണപതിനെ കാണാം. നന്ദിയും ഇതും ഗണപതിൻ്റെ അങ്ങോട്ട് നോക്കി ഇരിക്കുന്ന പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഐ മീൻ ഇത് വെച്ചിരിക്കുന്നത്.
ഗാലറീൻ്റെ. പണ്ടത്തെ പാത്രങ്ങളും ശംഖും പൂജ വെസൽസ് പൂജ അവർ പൂജയ്ക്ക് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒന്നും ഇപ്പോൾ ഇല്ല. എനിക്ക് തമിഴ് അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളൊരു ചേട്ടനോട് ചോദിച്ചു. ഇത് രാജരാജ സോളൻ്റെ സ്റ്റാച്ചു പണിത് വച്ചിരിക്കുക. പണ്ടത്തെ ദുർഗ, നാഗോരി ദുർഗയോ എല്ലാം കൂടുതലും തമിഴിൽ എഴുതി വെച്ചേക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ തഞ്ചാവൂർ വലിയ കോവിൽ, ബിഗ് ടെമ്പിൾ. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ഇവിടെ അവർ പണിത് വെച്ചിട്ടുണ്ട്. നടരാജ ഹോളെന്ന് പറഞ്ഞൊരു ഹോളിൽ കയറി ഇവിടെ ശിവൻ്റെ ഓരോ സ്കൾപ്ചേഴ്സ് പണിത് വെച്ചിരിക്കുന്ന ഓരോ ഇത് കാണാം. നാഗം പോകുന്നതും താണ്ഡവ പൊസിഷനിൽ നിൽക്കുന്ന ഓരോ സ്റ്റാച്യൂസ്. ഇത് 11th to 13th സെഞ്ച്വറി AD പണിതത്. ഇത് 14 തൊട്ട് 15th സെഞ്ച്വറിയിൽ പണിതത്. ഇതിൻ്റെ പകുതി റിങ് ഇല്ല. ഇതെല്ലാം കോപ്പറി പണിതേക്കുന്ന, കാരണം ഓക്സിഡൈസ് ചെയ്തേക്കുന്ന ലക്ഷം ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കയറി ഗാലറി കയറി അപ്പോഴെന്നോട് ചോദിച്ചത് ഓഡിയോ വീഡിയോ ലൈബ്രറിയിൽ കയറി വന്ന് അവിടെ പോയിട്ട് വേണം എല്ലാം, എന്നാലേ എല്ലാം മനസ്സിലാകത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഓഡിയോ വീഡിയോ ലൈബ്രറി എവിടെയാണെന്ന് നോക്കട്ടെ. അതാണ്ട് ഇവിടെ കുറച്ച് കുട്ടികൾ സിലമ്പാട്ടം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. അവർ കമ്പിട്ട് കറക്കിക്കൊണ്ടിരിക്കുക. ഓഡിയോ വീഡിയോ ലൈബ്രറി പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതെവിടെയാ? ദർബാർ ഹോൾ. ഈ വഴി പോയ ദർബാർ ഹോൾ. നമുക്ക് ദർബാർ ഹോളിലോട്ട് പോകാം. അവിടെ എന്താ കാണിക്കുന്നത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തരാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹിസ്റ്ററിക്കകത്ത് അത്രയ്ക്ക് നല്ലവനല്ല ഞാൻ. ദർബാർ ഹോൾ അങ്ങോട്ട് പോകുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ആർട്ട് ഗാലറിയിലോട്ടും ആ ഒരു ഭാഗത്തിലോട്ടും മാത്രമേ ഉള്ളൂ. നമ്മൾ തഞ്ചാവൂർ പാലസിലോട്ട് ഓരോ സെക്ഷന് പോകണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ആർട്ട് ഗാലറിക്ക് സെപ്പറേറ്റ് ടിക്കറ്റ്. അയ്യോ. ഇനി ഇന്നത്തെ വിഷ്വൽ ആൻഡ് ഓഡിയോ എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് ആണോ അതോ അത് കാണാൻ ഫ്രീ ആണോ എന്നറിയില്ല. എനിവേ നമ്മുടെ കോട്ട തീരാനായി. തിരിച്ച് പോകേണ്ട. ഇവിടെ മഴക്കാറുണ്ട്, വെയിലുമുണ്ട് മഴക്കാറുമുണ്ട്. മഴ പെയ്യുന്ന മുമ്പ് നമുക്ക് തിരിച്ചു പോകാം. കണ്ടോ അവിടെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് റൂമിലോട്ട് പോവാം. തഞ്ചാവൂർ പാലസിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ സെറ്റായിട്ട് വേണം വരാൻ. കാരണം തിരക്കുണ്ടാവും, പ്ലസ് ഹിസ്റ്ററി അറിഞ്ഞിട്ട് വേണം പാലസിലോട്ട് വരാൻ. എനിക്ക് ഹിസ്റ്ററി അങ്ങനെ അറിയാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പെട്ടിരിക്കുക. ബട്ട് സ്കൾപ്ചേഴ്സും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഭംഗിയല്ല, ഒരു ഫീല്. അപ്പോൾ തിരിച്ച് നമുക്കിനി റൂമിൽ പോവാം. തഞ്ചാവൂർ പാലസ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ സ്കൾപ്ചേഴ്സും കോയിൻസും അങ്ങനെയെല്ലാം ഉള്ളൊരു ഇതാണ് തഞ്ചാവൂർ പാലസ് എന്ന് പറയുമ്പോൾ. പണ്ടത്തെ രാജാക്കന്മാരുടെ ശിവൻ, വിഷ്ണു, പാർവതി, ദുർഗാദേവി ഇവരുടെയൊക്കെ സ്കൾപ്ചേഴ്സ് ഉണ്ട്. പിന്നെ ഓഡിയോ ആൻഡ് വിഷ്വൽ
പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഓ, ഇതെങ്ങോട്ടൊക്കെ ഈ ബസ് കൊണ്ടുപോകുന്നേ? ഓക്കെ. അങ്ങോട്ട് കയറാൻ പറ്റില്ല, നല്ല തിരക്കുമായിരുന്നു. പിന്നെ മഴക്കാറടിക്കുന്ന പോലെയുണ്ട്, മഴക്കാറ് വരുന്ന പോലെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാതിരുന്നത്. വരുന്നവർ എൻജോയ്. പിന്നെ എനിക്ക് ഹിസ്റ്ററി അത്രയ്ക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ വിഷ്വൽസ് മാത്രം കാണിച്ചു തന്നത്. എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ. അത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെ, അതാണ് ഇത്. പിന്നെ ഇനിയും തഞ്ചാവൂർ വലിയ കോവിലുണ്ട്. റൈറ്റ് സൈഡിൽ തഞ്ചാവൂർ വലിയ കോവിൽ കാണാൻ പറ്റും. അവിടെ നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടും കാര്യമില്ല. ഇനി അടുത്ത പ്രാവശ്യം ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് അവിടെയും കയറാം. നല്ല തിരക്കുണ്ട് തഞ്ചാവൂർ വലിയ കോവിലിൽ. ആ കാലത്തൊക്കെ ഇത് പണിയുന്നത് സമ്മതിച്ചു കൊടുക്കണം. ഇത്രയും ഡീറ്റെയിൽഡായി അങ്ങനെ ലെയർ ബേസ് ചെയ്ത് അത് പണിതിരിക്കുന്നത്, അത് സമ്മതിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഇതാണെങ്കിൽ പോലും ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഫോൾട്ട് വരുമ്പോൾ അത് പിന്നെ ശരിയാക്കി ചെയ്യുക. പക്ഷെ ആ സമയത്ത് ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പാടായിരുന്നു അതൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി. പാടായിരിക്കും, പക്ഷെ അതൊക്കെ ഇത് ചെയ്തിട്ടല്ലേ അവർ അങ്ങനെ പണിതിരിക്കുന്നത്. അപ്പോൾ സമ്മതിച്ച് കൊടുത്താലേ പറ്റത്തുള്ളൂ. ആ ആർട്ട് വർക്ക്സ് ഒക്കെ ഒരു അത് എങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നല്ല ട്രാഫിക്ക്. ഇതിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. ഈ സമയത്ത് നല്ല ട്രാഫിക്കാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും ഒട്ടും വയ്യ. ഇപ്പം എന്തോ പറ്റിയെന്നറിയില്ല, ഭയങ്കര ചൂടും ക്ലൈമറ്റും. നിങ്ങൾക്ക് കാണിച്ചു തരാനും ഒരു ഇത് വരുന്നില്ല, ഭയങ്കര ചൂടാണ്, ഒട്ടും പറ്റുന്നില്ല. കൂടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു എൻഗേജ്മെൻറ്റ് വന്നേനെ. ഇതോ ഞാൻ ഒറ്റയ്ക്കുമായിപ്പോയി, ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചിട്ട് പിന്നെ തിരിച്ച് റൂമിൽ വരാമെന്ന് വിചാരിച്ചു. നാളെ ഇനിയും പോണ്ടിച്ചേരി പോകണം. ഓക്കെ, നമുക്കിനിയും റൂമൊന്ന് കാണിച്ചു തരാം. ഞാൻ വരുമ്പോൾ ഒരു TV തന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരിത് വന്നപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ വന്നു. പിന്നെ 2 ബെഡുണ്ട്, ഡബിൾ XL ബെഡാണ്, AC ആണ്. പിന്നെ ബാത്റൂം കുഴപ്പമില്ല എന്ന് പറയാം, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇത് വലുതായിട്ടൊന്നുമില്ല, ഓക്കെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നലത്തെ ഇത് നല്ലതായിരുന്നു, ഇന്നലത്തെ ഹോട്ടൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഓക്കെ അത്രേ ഉള്ളൂ. ഇവിടുന്ന് വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തിനും കാണാൻ പറ്റും. ലോക്ക് ചെയ്തിട്ടേക്കുവാണ്, ഒന്നും കാണാൻ പറ്റില്ല. വേറെ ആരുടെയോ വീട്ടിലോട്ടുള്ള ഒരു വാതിൽ, വീട്ടിലോട്ടാണ് തുറന്നു പോകുന്നു. വേണ്ട, റിസ്ക് എടുക്കണ്ട.
വേറെ ഒന്നുമില്ല. ഇത് ഓക്കെ ഞാനിവിടെ വരാൻ നേരത്തെ ഒരു ഫാമിലി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഓക്കെ വന്ന് നിൽക്കാം. ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഓക്കെ ഹോട്ടൽ, അത്രേ ഉള്ളൂ. ഇനിയും നാളെ നമുക്ക് പോണ്ടിച്ചേരിയിലോട്ട് പോകാം. അവിടുത്തെ ഹോട്ടൽ എങ്ങനെയായിരിക്കും, അവിടെ എന്തായി തീരുമോ, എൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇപ്പോൾ ഇറങ്ങിയിട്ടാകെ 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേ എൻ്റെ പരിപ്പ് ഇളകാൻ തുടങ്ങി. ഇനി എങ്ങനെ അങ്ങോട്ടുള്ള ഇത് ഒന്നും ഒരു ഐഡിയയും ഇല്ല. നോക്കാം, വരുന്നിടത്ത് വെച്ചേക്കണം. ഇപ്പോൾ ഇവിടെ വരെ എത്തി. ഞാനിപ്പോൾ തന്നെ ക്ഷീണിച്ച് അവസ്ഥയായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും എങ്ങനെയാണ് ഭാവി പരിപാടി എന്നൊരു ഐഡിയയും ഇല്ല. നോക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, നാളെ രാവിലെ പോണ്ടിച്ചേരി പോവും. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊരു ഐഡിയയും ഇല്ല. അതും ഒരു ഐഡിയയും ഇല്ല. കാരണം ഒന്നും അങ്ങനെയും കാണിക്കാൻ ഇന്നും എനിക്ക് പറ്റിയില്ല. ക്ഷീണിച്ച് വയ്യാണ്ടായി. ശരി എന്നാൽ ഗുഡ് നൈറ്റ്.